ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളും അവയുടെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് വിത്തൗട്ട് എന്ന വാക്കാണ്. വിത്തൗട്ട്, WITHOUT. നേരത്തെ നമ്മൾ വിത്ത് എന്ന വാക്ക് കണ്ടിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ അർത്ഥം പ്രധാനമായിട്ടും രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് കൂടാതെ അല്ലെങ്കിൽ ഇല്ലാതെ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വാചകങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഒത്തിരിയേറെ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്കറിയാം. മറ്റു രീതിയിലും നമ്മൾ വിത്തൗട്ട് ഉപയോഗിക്കാറുണ്ട്. അത് പിന്നീട് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ ആ ഉപയോഗങ്ങളെല്ലാം കാണാം. ഇവിടെ നമുക്ക് ഈ വാചകങ്ങൾ നോക്കാം. ഒന്നാമത്തെ വാചകം, I can see you. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. I can see you, എനിക്ക് നിന്നെ കാണാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കാണാം. ആ രീതിയിൽ നമുക്ക് തർജ്ജിമ ചെയ്യാം. Without my glasses, without my glasses, അല്ലെ, ഗ്ലാസസ്, കണ്ണട. എന്റെ കണ്ണട ഇല്ലാതെ എനിക്ക് നിന്നെ കാണാം, അല്ലെങ്കിൽ എന്റെ കണ്ണട ഇല്ലാതെ എനിക്ക് നിന്നെ കാണാൻ കഴിയും, അല്ലെങ്കിൽ എന്റെ കണ്ണടയില്ലാതെ എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. കണ്ണട ഇല്ലാതെ, അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. കണ്ണട ഇല്ലാതെ അല്ലെങ്കിൽ കണ്ണട കൂടാതെ, രണ്ടും പറയാം നമുക്ക്. വിത്തൗട്ട് മൈ ഗ്ലാസസ്, ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. നേരത്തെയും പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഈ വാചകം തന്നെ പല പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമെല്ലാം കൂടുതൽ ഗ്രഹിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം. ഐക്ക് പകരം വി, അപ്പോൾ ഇവിടെ മാറ്റണം. അതുപോലെ ഹി ആവുമ്പോൾ ഹി ക്യാൻ സീ യു വിത്തൗട്ട് ഹിസ് ഗ്ലാസസ്. ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കുമ്പോഴുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നേരത്തെ പഠിച്ചിട്ടുള്ള പല രീതിയിലുള്ള വാചകങ്ങൾ, ഐ ക്യാൻ സീ യു, ഐ കുഡ് സീ യു, ഐ ഷുഡ് സീ യു, ഐ ഹാവ് സീൻ യു, അവയെല്ലാം നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വാചകം അർത്ഥമുള്ളതാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അറിയാം. ആദ്യം മലയാളം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയണം. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരില്ല. രണ്ടാമത്തെ വാചകം ഇതുപോലെ തന്നെയാണ്. ഹി ടേക്സ് ടീ വിത്തൗട്ട് ഷുഗർ. ഈ വാചകം നമുക്ക് പരിചിതമാണ്. ചായ അല്ലെങ്കിൽ കോഫി കൊടുക്കുമ്പോൾ വിത്താണോ വിത്തൗട്ട് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് തന്നെ നമുക്കറിയാം ഇതെല്ലാം. ഹി ടേക്സ് ടീ, ഇവിടെ ടേക്സ് എന്നുള്ളത് കുടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, എടുക്കുക എന്നുള്ള അർത്ഥമല്ല. ടേക്ക് സാധാരണ എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഹി ടേക്സ് ടീ, അവൻ ചായ കുടിക്കാറുണ്ട്. വിത്തൗട്ട് ഷുഗർ, പഞ്ചസാര ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ അവൻ ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നു. ഷുഗർ കൂടാതെ, രണ്ടും പറയാം. ഷുഗർ ഇല്ലാതെ അല്ലെങ്കിൽ ഷുഗർ കൂടാതെ. നമുക്കറിയാം, കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം. ഇവിടെ സിംഗുലർ ആയതുകൊണ്ടാണ് ടേക്സ് എന്ന് പറയുന്നത്. ദേ ആണെങ്കിൽ ടേക്ക് എന്നേ പറയുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റു വാചകം ഹി ക്യാൻ ടേക്ക്, ഹി ഷുഡ് ടേക്ക്, ഹി കുഡ് ടേക്ക്, ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ആവർത്തിക്കണം. ഒരു വാചകം 10 പ്രാവശ്യമെങ്കിലും പറയണം. മലയാളം, ഇംഗ്ലീഷ്. ആദ്യം മലയാളം, പിന്നെ അതിന്റെ ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ ആദ്യം ഇംഗ്ലീഷാണ് കാണുന്നത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മലയാളം പറയണം, അതിനുശേഷം ഇംഗ്ലീഷ് പറയുക. മൂന്നാമത്തെ വാചകം നോക്കാം. ഇതേപോലെ തന്നെയാണ്. യു ഷുഡ് നോട്ട് ഗോ. എന്താണ് അതിന്റെ അർത്ഥം? നീ പോകരുത്. വിത്തൗട്ട് മീ, എന്നെ കൂടാതെ നിങ്ങൾ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. അല്ലെങ്കിൽ എന്നെ ഇല്ലാതെ എന്ന് പറയില്ല, ഞാനില്ലാതെ നിങ്ങൾ പോകരുത്. ആ രീതിയിലും നമുക്ക് ഈ വാചകം തർജ്ജിമ ചെയ്യാം. ഇവിടെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. വളരെ എളുപ്പമാണ്. ഇത് എന്നെ കൂടാതെ നിങ്ങൾ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ വിത്തൗട്ട് മീ, ദേ ഷുഡ് നോട്ട് ഗോ വിത്തൗട്ട് മീ, എന്നെ കൂടാതെ അവർ പോകരുത്. ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒഴുക്കോടെ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യുക. അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഒരാൾ കൂടെയുള്ളത് എപ്പോഴും നല്ലതാണ്. തിരുത്താനും ബോറടിക്കാതിരിക്കാനൊക്കെ സഹായിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വിത്തൗട്ട് എന്നതിന്റെ പ്രധാന ഉപയോഗങ്ങളാണ്. കൂടാതെ, ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഏതാനും വാചകങ്ങൾ നമ്മളിവിടെ കാണുകയുണ്ടായി. വിത്ത് എന്ന വാക്ക് ഓർക്കുക. വിത്ത് എന്ന് പറയുമ്പോൾ കൊണ്ട്, കൂടെ എന്നുള്ള അർത്ഥമാണ്.
ഇത് കൂടാതെ എന്നുള്ള അർത്ഥമാണ്. മറ്റേത് കൂടെ, എന്റെ കൂടെ അവൻ വന്നു. ഹി കെയിം വിത്ത് മീ, ഹി കെയിം വിത്ത് മീ. എന്നെ കൂടാതെ അവൻ വന്നു. ഹി കെയിം വിത്തൗട്ട് മീ. ആ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക, പുതിയ വേർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം, അർത്ഥവും ഉച്ചാരണവും ഒക്കെ പഠിക്കുക. ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം.
ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 11ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ്, സാധാരണ എസ് വരുന്നത് സിംഗുലർ ആണ്, ചിലതിന്റെ കൂടെ IS എന്നൊക്കെ ആയിരിക്കാം. അർത്ഥം ഒന്ന് തന്നെയാണ്, ഒന്ന് പ്ലൂരൽ മറ്റേത് സിംഗുലർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. grow, grew, grown, blow, blew, blown, fly, flew, flown, throw, threw, thrown, know, knew, known, draw, drew, drawn, withdraw, withdrew, withdrawn. വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ്. ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്തല്ല, മൂന്ന് രീതിയിലാണ് അല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന വെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പൊ നമുക്കവ കാണാം. preach, preached, preached, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, sow, sowed, sowed, scrub, scrubbed, scrubbed, shave, shaved, shaved, sigh, sighed, sighed, sip, sipped, sipped, smash, smashed, smashed, stay, stayed, stayed, waste, wasted, wasted, wave, waved, waved, wine, wined, wined, wave, waved, waved, worry, worried, worried, wrap, wrapped, wrapped, wonder, wondered, wondered. എപ്പോഴും ഓർക്കുക, ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ വെറുതെ SCRK അല്ല IES എന്നൊക്കെ ആയിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. അല്ലെ പാസ്റ്റ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും, അത് ഇരട്ടിച്ചിട്ടുണ്ടാകും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.